10:30-ക്കാണ് രാജ്യത്തിന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സമർപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി, അതായത് 10:30-ക്ക് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഈ പോർട്ടിനെ 12 വരെ നീളുന്ന ചടങ്ങിൽ, ഈ വേദിയിൽ നടക്കുന്ന ചടങ്ങിനപ്പുറത്തേക്ക് പോർട്ട് കൺട്രോൾ റൂമിൽ അദ്ദേഹം എത്തും. ഒപ്പം തന്നെ ബർത്തിലരികിലെത്തും. ഇതുമായി ബന്ധപ്പെട്ട ഈ പോർട്ടിൻ്റെ ഓപ്പറേഷൻ ഏത് രീതിയിലെല്ലാമാണ് നടക്കുന്നത്, ഇതെല്ലാം പ്രധാനമന്ത്രി നേരിൽ കണ്ടറിയും. ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ കാണുന്നത്, ആ ക്രെയിനരികിലായി കാണുന്ന കണ്ടെയ്നറുകൾ നിറച്ചിട്ടുള്ളത് MSCയുടെ സെലസ്റ്റിനോ മെരിസ്ക എന്ന കപ്പലാണ്. അതാണിന്നിപ്പോൾ ഇവിടെ വിഴിഞ്ഞം തീരത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന, ഔപചാരികമായി കപ്പലിനെ വിഴിഞ്ഞം തീരത്തേക്ക് അടുപ്പിക്കുന്ന ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ച വിസിൽ MD ദിവ്യേസയർ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. ഒരു മദർഷിപ്പ് തന്നെ വിഴിഞ്ഞത്ത് എത്തും പ്രധാനമന്ത്രി എത്തുമ്പോൾ, പ്രധാനമന്ത്രിക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ തരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് MSCയുടെ സെലസ്റ്റിനോ മെരിസ്ക എന്ന കപ്പലാണ്, മദർഷിപ്പാണ്. അപ്പോൾ ഔപചാരികമായ ചടങ്ങുകളുടെ ഭാഗമായാണ് ഈ കപ്പലിനെ സ്വീകരിക്കുന്ന ചടങ്ങും ഉണ്ടാകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം, വിഴിഞ്ഞം അടുത്ത ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഏത് രീതിയിലാണ്, കേന്ദ്രത്തിൻ്റെ സഹായം ഏത് രീതിയിലാണ്. ഇപ്പോൾ നിലവിൽ 10,000 കോടി രൂപ അടുത്ത ഘട്ടത്തിൽ നിക്ഷേപിക്കുന്നത് അദാനി പോർട്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വാതായനം തന്നെയാണ് ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. കാരണം ഇനി അതിന് അനുബന്ധമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വികസിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്ത് ഇതുപോലുള്ള മദർഷിപ്പുകളിലെത്തുന്ന വലിയ കണ്ടെയ്നറുകൾ ചരക്ക് കടത്ത് നടക്കുന്നത് കടൽ മാർഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് റോഡ് മാർഗം ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതലുള്ള ഒന്നാണ്. സാധാരണക്കാരന്, തദ്ദേശീയരായ മനുഷ്യർക്ക് തുറമുഖം വരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നത്? തീർച്ചയായും ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നതെല്ലാം തന്നെ വലിയ ക്രെയിന് വന്നപ്പോൾ, അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ വരുമ്പോൾ വരുമാനം GST ആയി സർക്കാരിന് വരുന്നത്, അത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വീതിച്ചു പോകുന്നതാണ് GST. അത്തരം വരുമാനത്തിൻ്റെ കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നാട്ടിലൊരു വികസനം, വലിയ തോതിലുള്ള വികസനം, സാധാരണക്കാരന് വരുമാനം എത്തി തുടങ്ങണമെങ്കിൽ ഇതിനനുബന്ധമായി, അതായത് ഇവിടെ എത്തുന്ന ചരക്ക് നീക്കം ഇവിടെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് കരമാർഗം തന്നെ ഈ ചരക്ക് നീക്കം പോകേണ്ടതുണ്ട്. ഇവിടെ എത്തിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുന്നവ, അത് ഇവിടെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ സാധാരണക്കാരിലേക്ക്, ഉദാഹരണത്തിന് ഇവിടെ എത്തുന്ന വലിയ കണ്ടെയ്നറുകളിൽ എത്തുന്ന ഈ ചരക്കുകൾ, അത് ഇവിടെ തന്നെ സൂക്ഷിക്കാനും, ഇവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളും എല്ലാം തുടങ്ങാനുള്ള വഴിയൊരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സ്ഥലമെടുപ്പുകൾ വേണ്ടിവരും, ലോജിസ്റ്റിക് പാർക്കുകൾ വേണ്ടിവരും. അപ്പോൾ ഇതെല്ലാം, അതാണ് തന്നെ നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചത്, സംസ്ഥാന സർക്കാരിൻ്റെ ഇനിയുള്ള ഘട്ടത്തിലുള്ള ഇടപെടൽ. ഇപ്പോൾ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് ആർക്ക്, ഈ തുറമുഖത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതിൻ്റെ ഇടപെടലും ക്രെഡിറ്റും ഒക്കെ ആർക്ക് എന്ന ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഈ വലിയ തുറമുഖം സിംഗപ്പൂരും ദുബായിയൊക്കെ എങ്ങനെ വികസിച്ചോ അതുപോലെ വിഴിഞ്ഞം വികസിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾ വരണമെങ്കിൽ ഈ പോർട്ടിലേക്ക് എത്തുന്നവ ഇവിടെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തുന്ന ഈ കണ്ടെയ്നറുകളിൽ എത്തുന്ന ചരക്കുകൾ ഇവിടുന്ന് മറ്റ് ചെറിയ കപ്പലുകളിൽ അതാത് മറ്റ് പോർട്ടുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അത് ഇവിടെ തന്നെ ഇവിടെ പോർട്ടിന് പുറത്ത് തന്നെ ഇത് കൈകാര്യം ചെയ്യാനും, ഇവിടുന്ന് കരമാർഗം നീക്കാനും അല്ലെങ്കിൽ കടൽ മാർഗം നീക്കാനുമുള്ള അത്തരത്തിലുള്ള വലിയ ഇടപെടൽ വേണം. ഇവിടെ അനുബന്ധ വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ സാമഗ്രികൾ ഈ പോർട്ടിലേക്ക് എത്തണം. അങ്ങനെ വിശാലമായ സാധ്യതകൾ തുറക്കേണ്ടതുണ്ട്. അതാണ് ഇനി വളരെ ബുദ്ധിപരമായ ഇടപെടൽ വേണ്ട സമയമാണ്. കാരണം സിംഗപ്പൂർ പോർട്ടിലേക്കും ദുബായ് പോർട്ടിലേക്കും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നികുതി വരുമാനത്തിൽ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന് വ്യവസായത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വരുമാനം കൂടുതലായി ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി സർക്കാർ ചെയ്യേണ്ട ഒന്നാണ് എന്നും തോന്നുന്നു.